ഹായ്, നമസ്കാരം. നമ്മളെല്ലാവരും തന്നെ പുതിയ വിഭവങ്ങളെക്കുറിച്ച് അറിയുമ്പോഴും അല്ലെങ്കിൽ നമുക്കറിയുന്ന വിഭവങ്ങൾ തന്നെ മറ്റൊരാൾ പുതുമയോട് കൂടി അവതരിപ്പിക്കുമ്പോൾ അതിൻ്റെ ചേരുവകളെക്കുറിച്ചും അതിൻ്റെ കൂട്ടിനെക്കുറിച്ചും അറിയാൻ താല്പര്യം കാണിക്കാറുണ്ട്. അത്തരത്തിലുള്ളൊരു റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമായിരിക്കും. ഇത് ഞാൻ ചോദിച്ച് മനസ്സിലാക്കി അവതരിപ്പിക്കുന്നതിനേക്കാളും അതിനനുയോജ്യനായിട്ടുള്ള ആളാണ് എൻ്റെ അടുത്ത് നിൽക്കുന്നത്. കാരണം ഇദ്ദേഹം പാചക രംഗത്ത് 33 വർഷത്തോളം ഉള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ പരമേശ്വരേട്ടനാണ്, അനിയേട്ടൻ എന്നാണ് നമ്മളെല്ലാവരും വിളിക്കുക. നമുക്ക് വേണ്ടി ഇന്നത്തെ ഈ റെസിപ്പി അവതരിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് ചെയ്യാലോ അല്ലേ? അപ്പോൾ എന്താണ് വിഭവത്തിന്റെ പേര് എന്നുള്ളത് പറഞ്ഞോളൂ. ഇത് പപ്പടത്തോരൻ എന്ന് പറയും. പപ്പടത്തോരൻ. അതിന് വേണ്ട സാധനങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉരുളക്കിഴങ്ങ്, സവാള, ക്യാരറ്റ്, ബീറ്റ്റൂട്ട്, പാവയ്ക്ക, ഇഞ്ചി, പച്ചമുളക്, നാരങ്ങ, ചെറുനാരങ്ങ. അത് ശരി. നമ്മൾ ഈ പപ്പടത്തോരൻ നമ്മൾ യൂട്യൂബിൽ ധാരാളം കണ്ടിട്ടുണ്ട്. പക്ഷെ അതിലെന്ന് പറഞ്ഞാൽ വെറുതെ വറുത്തിട്ടതിന് ശേഷം പപ്പടം പൊടിച്ച് തോരൻ പോലെ നാളികേരം ചേർത്ത് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് ഏട്ടന് ഇത് പണ്ട് മുതലേ ചെയ്യണതാണോ അല്ലെങ്കിൽ പരീക്ഷിച്ച് നോക്കി അങ്ങനെ ക്ലിക്കായതാണോ? ഇതിപ്പോ ഇടക്കാലം കൊണ്ട് വെച്ചിട്ട് പുതുമയിലേക്ക് ഇങ്ങനെ ഓരോ കാലം നോക്കിയതാണ്. അതാണ് ഉണ്ടായത്. അത് ശരി. അപ്പൊ ആൾക്കാർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇപ്പൊ ഫീൽഡിൽ പിടിച്ച് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഓരോ പുതുമകൾ വേണം, തീർച്ചയായിട്ടും വേണം. അത് കാരണം അങ്ങനെ അതിന്റെ പേരിൽ അങ്ങനെ ഓരോന്ന് പുതിയത് ഇങ്ങനെ കണ്ടെത്തുക എന്നുള്ള രീതിയിൽ അങ്ങനെ ചെയ്ത് നോക്കിയതാണ്. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. അപ്പൊ നമുക്ക് ഈ സദ്യയിലൊക്കെ വിളമ്പണ സമയത്ത് ഡിമാൻഡ് ഉള്ളതാണ്. ഭയങ്കര ഡിമാൻഡ്. നമ്പീശന്റെ പപ്പടത്തോരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെയാണ്. അത് ശരി. അപ്പൊ നമ്പീശന്റെ പപ്പടത്തോരനാണ് നമ്മൾ ഇന്ന് ഇവിടെ ചെയ്യാൻ വേണ്ടി പോണത്. അപ്പൊ നമുക്ക് തുടങ്ങല്ലേ? കൈപ്പയ്ക്ക് എത്ര എണ്ണ അളവെന്ന് ഇപ്പൊ നമുക്ക് ഏകദേശം ഉണ്ടാക്കുന്നത് എത്ര പേർക്കുള്ള ഒരു അളവായിരിക്കും? ഇതൊരു 25 ആൾക്ക് വരെ കൊടുക്കാം. 25 ആൾക്ക് വരെ കൊടുക്കാം. അതായത് സദ്യക്ക് വിളമ്പുന്ന കണ്ടീഷനിൽ. തോരനൊക്കെ വിളമ്പണ പോലെ അല്പം. അപ്പൊ അതിന് കൈപ്പയ്ക്ക ഒരെണ്ണാണോ എടുത്തിട്ടില്ലേ? ഒരു കൈപ്പയ്ക്ക. നമ്മള് തോരന അരിയണ പോലെ തന്നെയാണ് ചെയ്തെടുക്കണം അല്ലേ? സവാള എത്ര? 3 എണ്ണാണോ? 4 എണ്ണം വരെ വേണമെങ്കിൽ ആവാം. 3 എണ്ണം ആയാലും മതി. അത് നീളത്തിൽ തന്നെയാണല്ലേ? ഇത് നമുക്ക് എത്ര സമയം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും? വേഗം കഴിയണതല്ലേ? അധിക സമയം വേണ്ട ഒരു വിഭവമാണോ? ഇതെല്ലാം നമ്മള് ഇതേപോലെ സ്ലൈസായി അരിഞ്ഞെടുത്ത് നമ്മള് വെളിച്ചെണ്ണയില് ശരിക്കും വറുത്തെടുക്കണം. ശരിക്കും ഡീപ് ഫ്രൈ ചെയ്ത് തന്നെ എടുക്കണം. ശരിക്കും ഫ്രൈ ആക്കി തന്നെ എടുക്കണം. ശരി. എന്നിട്ട് അതില് നമ്മള് പപ്പടം പപ്പടം ഇതേമാതിരി തന്നെ നമ്മള് നൈസായിട്ട് അരിഞ്ഞെടുക്കും. പപ്പടം അരിഞ്ഞിട്ടാണോ? മുഴുവനോടെ ഇല്ല കാച്ചുക? അത് ശരി. പപ്പടം അരിഞ്ഞിട്ടാണ് നമ്മളിവിടെ എടുക്കണത്. സാധാരണ ഞാൻ വിചാരിച്ചത് പപ്പടം മുഴുവനോടെ കാച്ചിട്ട് അത് പൊടിച്ച് ചേർക്കുക എന്നാണ്. പക്ഷെ അങ്ങനെയല്ല, പപ്പടവും ഇതുപോലെ തന്നെ അരിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതേപോലെ വറുത്തെടുത്ത് നമ്മള് അത് ഏറ്റവും ലാസ്റ്റാണ് നമ്മൾ മിക്സ് ചെയ്യുക. അത് ശരി. പപ്പടം ഒരു സാധനം. ഇത് ഉണ്ടാക്കി ഉടനെ കഴിക്കണതാണോ? അല്ലാതെ ഇപ്പൊ കുറച്ചു നേരം ഇരുന്നാൽ ഈ പപ്പടം തണുത്തു പോവുക അങ്ങനെ എന്തെങ്കിലും? അതുണ്ടാവും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഈ വറവ് സാധനങ്ങളൊക്കെ നമ്മൾ ഓപ്പൺ ആയിട്ടല്ല വെക്കണേ. അത് കാരണം എപ്പോഴും ചൂടോടെ കഴിക്കുകയാണ് നല്ലത്. ഇല്ല, ഇതേ സാധനം ഉണ്ടാക്കി കഴിഞ്ഞാലും നമ്മള് അതിൽ നാളികേരം അതൊക്കെ ചേർക്കണ്ടെങ്കിലും നമുക്ക് ശരിക്കും എന്താ പറയാ ഒരാഴ്ച വരെ അത് കേടുവരാതിരിക്കും. ഒരാഴ്ച വരെ ഫ്രിഡ്ജിൽ വെച്ചില്ലെങ്കിലും? ഫ്രിഡ്ജിൽ വെക്കണ്ടൊന്നും വെക്കണ്ട, വെറുതെ ഡെപ്പോറാക്കി എടുത്ത് വെച്ച് കഴിഞ്ഞാലും ഒരാഴ്ച വരെ. അപ്പൊ നമ്മൾ ഒട്ടും വെള്ളമായി ഇല്ലാതെ ആയിരിക്കില്ലേ ഇത് ഉണ്ടാക്കിയെടുക്കുക? കംപ്ലീറ്റ് നമ്മള് എണ്ണയിലാണ്, വെളിച്ചെണ്ണയിലാണ്.
അപ്പോൾ ഇത് നമ്മൾ ഒരാഴ്ച വരെ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചില്ലെങ്കിൽ പോലും ഒരാഴ്ച വരെ കേടാവാതിരിക്കും എന്നാണ് പറയണത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അറിയാത്തവർക്കാണെങ്കിൽ എന്തായാലും പുതിയ റെസിപ്പിയാണെന്ന് വിചാരിക്കണു. ഇതിലെങ്ങനെ ഇന്ന വെജിറ്റബിൾസ് ഇടാവൂന്ന് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇതാണ് അധികവും ചേർത്ത് കാണാറുള്ളത്. അതായത് ഓരോന്നുങ്ങൾ തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ ഉണ്ട്. അപ്പൊ അതനുസരിച്ചിട്ടുള്ള രീതിയിലായിരിക്കണം നമ്മൾ ചെയ്യണം. ഇത് തോരനല്ലാതെ ഇതിന് വേറെ എന്തെങ്കിലും പേര്, അങ്ങനെ സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും പേരുണ്ടോ? പറയാ. ഇത് നമുക്ക് അല്ലാതെയും കഴിക്കാമോ? സ്നാക്സ് ആയിട്ട് കഴിക്കാൻ അങ്ങനെ ആവാം. ഇപ്പൊ ഇതിപ്പോ ബാക്കിയുണ്ട്. ഇതിപ്പോ നമ്മള് ചെറിയ കാപ്പി കുടിക്കുമ്പോ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കണ്ടത് നമ്മള് ഈ ഇത് കഴിക്കുന്ന മാതിരി നമുക്ക് എടുത്ത് കഴിക്കാം. ചിപ്സ് ഒക്കെ കഴിക്കണ പോലെ തന്നെ. ഇതിൽ നമ്മൾ എരിവിന് എന്താ ചേർക്കുക? മുളക് പൊടിയാണോ? കുരുമുളക് പൊടി. വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തർ എടുക്കണ വെജിറ്റബിൾസിനനുസരിച്ച് അളവ് എടുക്കുക. വെളിച്ചെണ്ണ നമ്മൾ ചൂടാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഈ ഓരോ ഐറ്റങ്ങൾ നമ്മൾ വറുത്ത് കോരിയെടുക്കണം. ഓരോന്നായിട്ടാണ് സെപ്പറേറ്റ് ആയിട്ട് വറുത്തെടുക്കുകയാണ്. ചില സാധനങ്ങൾ നമുക്ക് രണ്ടായിട്ട് ഇടാം, കുഴപ്പമില്ല. അതിനനുസരിച്ചിട്ട് വെളിച്ചെണ്ണയുടെ അളവ് കൂടണം. അത് ശരി. ചില സാധനങ്ങൾ നമുക്ക് രണ്ടായിട്ട് ഇടാം, പക്ഷെ അതിനനുസരിച്ചിട്ട് വെളിച്ചെണ്ണയുടെ അളവ് കൂടണം. ഇപ്പൊ ക്യാരറ്റ് ബീറ്റ്റൂട്ട് ഒക്കെ ഒരുമിച്ച് ഇടാം നമുക്ക്. അതനുസരിച്ചിട്ട് വെളിച്ചെണ്ണയുടെ അളവ് കൂടണം. ഉരുളക്കിഴങ്ങ നമ്മൾ ആദ്യം ഇട്ടിട്ടുള്ളത്. ആദ്യം നമ്മൾ ഇട്ടേക്കണം. നമ്മൾ ശരിക്കും കഴിച്ചു നോക്കണ സമയത്തേ നമുക്ക് തോന്നും ഉപ്പ് കുറവാണെന്ന്. ഇപ്പം ഞാനാണെങ്കിൽ ഇപ്പം ഏട്ടനെ ടിപ്പ് പറഞ്ഞു തന്നില്ലെങ്കിൽ ഞാനാണെങ്കിൽ തീരെ ഉപ്പില്ല എന്ന് വിചാരിച്ചിട്ട് രണ്ടാമത് ഉപ്പിട്ട് കൊടുക്കും. പക്ഷെ അങ്ങനെയല്ല, ഇതിലെല്ലാത്തിലും ഇങ്ങനെ ഉപ്പ് തിരിച്ച് തളിച്ചു കൊടുക്കുകയും പിന്നെ പപ്പടത്തിൻ്റെ ഉപ്പും കൂടി ആകുമ്പോൾ ഫൈനൽ അതിന് കറക്റ്റ് പാകമായിട്ടുണ്ടാവും. ഇതിങ്ങനെ കഴിച്ച് നോക്കുമ്പോൾ നമുക്ക് ഇത്തിരി ഉപ്പ് കുറവാന്നൊക്കെ തോന്നും. അത് സാരമൊന്നുമില്ല എന്ന് വിചാരിച്ചിട്ട് വേറെ ഉപ്പ് കൊണ്ടുപോയിട്ട് ഇട്ട് കൊടുക്കരുത് കേട്ടോ. ഭയങ്കര ഉപ്പായി പോകും ഇതിന്. അതിപ്പോൾ കഴിച്ചു നോക്കിയപ്പോഴാണ് ഇത് മനസ്സിലായത്. അടുത്തത് നമ്മൾ ക്യാരറ്റും ബീറ്റ്റൂട്ടും ഒരുമിച്ചല്ലേ ഏട്ടനെ? ഒരുമിച്ചാണ് ഇട്ട് കൊടുക്കുന്നത്. ഇപ്പൊ നമ്മളിത് ഇതിന്റെ ഫൈനൽ വർക്കിലേക്ക് കിടക്കുകയാണ്. വറവൊക്കെ കഴിഞ്ഞു. ഇപ്പൊ നമ്മൾ നാളികേരം അവിടെ ചെറുകി വെച്ചിട്ടുണ്ട്. ആ നാളികേരം നമ്മൾ ഇതിൽ ഉരുളിയിലേക്ക് ഇടാം. ഉരുളി നമ്മൾ തീ കത്തിച്ചിട്ടുണ്ട്. ഉരുളി ചൂടായി വന്നപ്പോൾ നമ്മൾ നാളികേരം ഇട്ട് കൊടുത്തിട്ടുണ്ട്. തേങ്ങ ഒരു വലിയ മുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അത് വറുക്കുകയാണോ? ചൂടാവണം. അത് നല്ല
ചോക്കനൊന്നും മറക്കണ്ട. ചൂടായാൽ മതി. അതിലൊരു നൈസ് മഞ്ഞപ്പൊടി ഇടണം. ആ ആ ഈ തേങ്ങയിലേക്ക് തേങ്ങയ്ക്ക് ഒരല്പം മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക, ഒരു നുള്ള്. ഇതിപ്പോൾ വലിയ അളവാണ്, നിങ്ങൾ ചെയ്യുമ്പോൾ എന്തായാലും ചെറിയ അളവിലാണല്ലോ ചെയ്യുക, അപ്പം അതിനനുസരിച്ച് എടുക്കുക. വറുത്ത് വെച്ച് പപ്പടം വേണ്ട, പപ്പടം ആയിട്ടില്ല. തേങ്ങ ഒന്ന് ചൂടായി വരുമ്പോൾ ഈ വറുത്ത് വെച്ചത് ചേർക്കണോ? അത് ഇട്ട് കൊടുക്കാം. തേങ്ങ ചൂടായി കഴിഞ്ഞാൽ നമ്മൾ ഈ വറുത്ത് വെച്ചത് കംപ്ലീറ്റ് നമ്മൾ ഇതിലേക്ക് ഇടുക. ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ഉൾപ്പെടെ നാരങ്ങ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്, അത് നമ്മൾ ചേർത്ത് കൊടുക്കുക. നാരങ്ങ നീര് 2 ചെറിയ നാരങ്ങയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്, പുളിക്കനുസരിച്ചിട്ട് അല്ലേ. അതിലൊരു ഇത്തിരി പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഒരു സ്പൂണൊക്കെ മതിയാവും. ഓ ധാരാളം. കുരുമുളക് പൊടി. കുരുമുളക് പൊടി എരിവിന് വേണ്ടിയിട്ടാണ് കുരുമുളക് പൊടി. ഇനിയിപ്പോ നമ്മള് ഇതില് വറുത്ത് വെച്ച പപ്പടം നമ്മൾ ചേർത്ത് കൊടുക്കുക. ചെറുതായിട്ട് മയത്തിലൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയാവും, പപ്പടം പൊട്ടാതെ. പപ്പടം ഇങ്ങനെ നമ്മളിങ്ങനെ ഇളക്കി വരുമ്പോ അത് എത്തിക്കോളും. അപ്പൊ പപ്പടം നമ്മള് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് ഇളക്കിയാ മതി. യോജിച്ചു വന്നോളൂ. ശരി. ആവില്ല, ഈ ഒരു ഭംഗിയും കിട്ടില്ല അല്ലേ, കിട്ടില്ല. അപ്പം ഇങ്ങനെ ചെയ്യുമ്പോഴത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മറ്റുള്ള വെജിറ്റബിൾസിൻ്റെ പോലെ തന്നെ പപ്പടം നീളത്തിൽ നല്ല, ഇപ്പോൾ ഇത് കണ്ടോ, ഇത് നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട്, ഒലർന്ന് വന്നിട്ടുണ്ട്. നീളത്തിൽ ആ പപ്പടവും മറ്റേതും കൂടി കിടക്കുമ്പോൾ നമുക്ക് പൊടി പോലെ ആയിട്ടില്ല, നല്ല പെർഫെക്റ്റ് ഒരു തോരൻ്റെ. ഇത് തോരനേക്കാളും എനിക്ക് തോന്നുന്നത് സ്നാക്സ് ആയിട്ടാണ്, കാണുമ്പോൾ തന്നെ നല്ലൊരു സ്നാക്സ് പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നമ്പീശൻ സ്പെഷ്യൽ പപ്പടത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനെ തോരൻ എന്ന് പറയണേക്കാളും എനിക്കിഷ്ടം ഇതൊരു സ്നാക്ക് എന്ന് പറയാനാണ്. അത്രയും വെറുതെ കഴിക്കാൻ തന്നെ ടേസ്റ്റാണ്. ഇത് ചോറിൻ്റെ കൂടെ കഴിക്കണം എന്ന് യാതൊരു നിർബന്ധവും ഇല്ല, അത്ര പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിന് മുമ്പ് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയതാണ്, എന്നാലും നിങ്ങൾക്ക് വേണ്ടി ഞാനൊന്ന് ടേസ്റ്റ് ചെയ്യാം. അത് നമ്മൾ കടിക്കുമ്പോൾ ആ ക്രിസ്പിനെസ് മയക്ക് ക്യാച്ച് ചെയ്യണ്ടോയെന്ന് എനിക്കറിയില്ല, അത്രയും ചിപ്സ് കഴിക്കണം അതേപോലെ അത്രയും ക്രിസ്പി ആയിട്ടുണ്ട്. പിന്നെ നമുക്കറിയാമല്ലോ, ഫ്രൈ ചെയ്ത് കഴിക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. എല്ലാ വെജിറ്റബിൾസും പപ്പടമൊക്കെ ഫ്രൈ ചെയ്ത് അതിലേക്ക് നാളികേരം ചൂടാക്കി ആഡ് ചെയ്തതിൻ്റെയും പിന്നെ കുരുമുളകിൻ്റെയും ബീട്രൂട്ടിൻ്റെ ഒരു ചെറിയ മധുരമുണ്ട്, നാരങ്ങയുടെ ഒരു ചെറിയ പുളിയുണ്ട്. പക്ഷെ ഒന്നും ഓവറല്ല, കറക്റ്റ് പാകത്തിനാണ് എല്ലാം വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ടേസ്റ്റ് ചെയ്ത് ഞാൻ പറയണതല്ല, അറിയാത്തവരാണെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ. നല്ല ടേസ്റ്റിയാണ്, കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. ഇത് നിങ്ങൾക്ക് ചോറിനൊരു സൈഡ് ഡിഷിനേക്കാളും വെറുതെ ഒരു ടീ ടൈം സ്നാക്കായിട്ട് കഴിക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻസിൽ അറിയിക്കുകയും വേണം. ബൈ.